പ്രിയ വോട്ടർമാരെ, നിങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കാൻ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ നിർബന്ധമായും താഴെ പറയുന്ന ഏതെങ്കിലും രേഖ ഒറിജിനൽ നമ്മുടെ കൈകളിൽ കരുതേണ്ടതാണ്. വോട്ടർ ID കാർഡ്, ആധാർ കാർഡ്, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, ഫോട്ടോ പതിച്ച SSLC ബുക്ക്, പാസ്പോർട്ട്, അതുപോലെ തന്നെ ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൻ്റെ ഫോട്ടോ പതിച്ച 6 മാസം മുമ്പ് ലഭിച്ചിട്ടുള്ള പാസ്ബുക്ക് എന്നിവ നിർബന്ധമായി കരുതുക. അതോടൊപ്പം തന്നെ നിലവിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ 3 ബാലറ്റ് പെട്ടികളായിരിക്കും ഉണ്ടാവുന്നത്. ആദ്യ വെള്ള ബാലറ്റ് പതിച്ചിട്ടുള്ള യൂണിറ്റ് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥിക്കുള്ള വോട്ടാണ് അതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമത് കാണുന്ന പിങ്ക് നിറത്തിലുള്ള ബാലറ്റ് പതിച്ചിട്ടുള്ള യൂണിറ്റിൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥിക്കുള്ള വോട്ടാണ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ ഇളം നീല നിറത്തിലുള്ള ബാലറ്റ് പതിച്ചിട്ടുള്ള യൂണിറ്റിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിക്കുള്ള വോട്ടാണ് ചെയ്യേണ്ടത്. നമ്മുടെ സ്ഥാനാർത്ഥിക്കു നേരെയുള്ള ബട്ടണിൽ വിരൽ അമർത്തി വോട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിന് നേരെ ഒരു ചുവന്ന ലൈറ്റ് തെളിയുന്നതും ചെറിയ ബീപ് ശബ്ദം കേൾക്കുന്നതുമാണ്. ഇതുപോലെ രണ്ടാമതായി നമ്മുടെ ബ്ലോക്ക് സ്ഥാനാർത്ഥിക്കും മൂന്നാമതായി നമ്മുടെ ജില്ലാ സ്ഥാനാർത്ഥിക്കും വോട്ട് ചെയ്യണം. 3 വോട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു നീണ്ട ബീപ് ശബ്ദം കേൾക്കും. ഇതോടെ നമ്മുടെ 3 വോട്ടും വേണ്ട പോലെ ചെയ്തു എന്ന് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. നിലവിലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ട് എന്ന് എങ്ങനെ നമുക്ക് പരിശോധിക്കാം എന്നുള്ള ഒരു വീഡിയോ കൂടിയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. SEC കേരളയുടെ വെബ്സൈറ്റിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്കത് 2 രീതിയിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. ലോക്കൽ ബോഡി വൈസ് തലത്തിലും അതുപോലെ തന്നെ വാർഡ് വൈസ് തലത്തിലും നമുക്ക് നമ്മുടെ പേര് അവിടെ അടിച്ചുകൊണ്ട് നമുക്കത് പരിശോധിച്ച് ഉറപ്പുവരുത്താൻ വേണ്ടി സാധിക്കും. അതിനുള്ളൊരു മാതൃകയാണ് ഇവിടെ ഞാൻ കാണിച്ചിട്ടുള്ളത്. ലോക്കൽ ബോഡി വൈസ് കൊടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ആദ്യം നമ്മുടെ പഞ്ചായത്ത് തിരഞ്ഞെടുക്കുക. പഞ്ചായത്തിന് ആദ്യം ജില്ല തിരഞ്ഞെടുക്കുക, അതിനുശേഷം പഞ്ചായത്ത് തിരഞ്ഞെടുക്കുക. പിന്നീട് നമ്മുടെ പേര് അവിടെ എഴുതുകയും തുടർന്ന് വരുന്ന ക്യാപ്ച കോഡിൽ കൃത്യമായി ക്യാപ്ച എൻട്രി ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പഞ്ചായത്തിനകത്ത് നമ്മുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെയാണെങ്കിൽ ആ പഞ്ചായത്തിലെ ഏത് പോളിംഗ് ബൂത്തിലാണ് ഉൾപ്പെട്ടതെന്നും അതിൻ്റെ ക്രമ നമ്പറും കൂടി അതിനകത്ത് വ്യക്തമായി കാണാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് വാർഡ് ബേസ് ആയിക്കൊണ്ട് തന്നെ നമുക്കിത് വീണ്ടും പരിശോധിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് നമ്മുടെ വാർഡ് ചെമ്മനാട് പഞ്ചായത്തിലെ 3 എന്ന് ഇരിക്കുകയാണെങ്കിൽ കാസർഗോഡ് ജില്ലയിലെ ചെമ്മനാട് പഞ്ചായത്തിലെ 3 വാർഡ് പെരുമ്പള സെലക്ട് ആക്കുകയും തുടർന്ന് നമ്മുടെ പേര് അടിച്ചു കൊടുത്ത് ക്യാപ്ച കോഡ് അതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേര് പ്രസ്തുത വാർഡിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് കാണാവുന്നതും അതോടൊപ്പം തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ക്രമ നമ്പർ കൂടി അതോടൊപ്പം തന്നെ പോളിംഗ് ബൂത്ത് നമ്പറും കൂടി നമുക്കത് ദൃശ്യമാവുന്നതാണ്. ഇതോടുകൂടി ഇന്നത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.